സിറ്റി പാലസിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തു കടന്നു. പുറത്ത് ഈ കവാടത്തിനരികെ ധാരാളം സന്ദർശകർ ഇവിടെയുള്ള പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതായി കണ്ടു. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. കുറച്ചു ദൂരം നടന്ന് ഞങ്ങൾ ജന്തർ മന്ദറിലെത്തി. 102 രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത്. ആയിരത്തി 1724 1730 ജയ്പൂരിലെ മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ വടക്കേ ഇന്ത്യയിൽ 5ഓളം ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയങ്ങൾ നിർമ്മിച്ചു. നിരീക്ഷണാലയങ്ങൾ അല്ലെങ്കിൽ ജന്തർ മന്ദറുകൾ എന്നറിയപ്പെട്ട ഇവയിൽ ജ്യോതിശാസ്ത്ര സംബന്ധമായ അറിവുകൾക്കായി പ്രത്യേകം ആകൃതിയിൽ പണിതിട്ടുള്ള ഒന്നിലധികം കെട്ടിട സമാനമായ നിർമ്മിതികൾ ഉൾപ്പെടുന്നു. ജയ്പൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജന്തർ മന്ദറിൽ കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യഘടികാരങ്ങളിൽ ഒന്ന് കാണാവുന്നതാണ്. ജ്യോതിശാസ്ത്രപരമായ വസ്തുക്കളുടെ സ്ഥാനം കണക്കാക്കാനും അതുവഴി പ്രാദേശിക സമയം, കാലാവസ്ഥ, ഋതുക്കൾ എന്നിവ മനസ്സിലാക്കാനും പഴയകാലത്ത് ഈ വമ്പൻ ഘടികാരങ്ങൾ സഹായിച്ചിരുന്നു. ചക്രയന്ത്രം, ദക്ഷിണഭിത്തി യന്ത്രം, ദിശായന്ത്രം, ജയപ്രകാശ യന്ത്രം, കപാലി യന്ത്രം തുടങ്ങി 19ഓളം ചെറുതും വലുതുമായ ഉപകരണങ്ങൾ ഇവിടെ നമുക്ക് കാണാനാകും. ഇതിലെ രാമയന്ത്രം സൂര്യന്റെ ഉയരവും മറ്റ് അളവുകളും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന കുത്തനെയുള്ള ഒരു കെട്ടിട നിർമ്മിതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യഘടികാരങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് ബൃഹത് സമ്രാട്ട് യന്ത്രം. സൂര്യപ്രകാശത്തിന്റെ നിഴലിൽ 2 സെക്കൻഡ് ഇടവേളകളിൽ ഇത് സമയം കണക്കാക്കുന്നു. ഉപകരണങ്ങളുടെ മഹാനായ രാജാവ് എന്നർത്ഥം വരുന്ന ബൃഹത് സമ്രാട്ട് യന്ത്രത്തിന് 88 അടിയോളം ഉയരമുണ്ട്. (18,700 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഉപകരണങ്ങളുടെ ശേഖരം 1800 കാലഘട്ടം വരെ തുടർച്ചയായി ഉപയോഗത്തിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പലതവണ പുനഃസ്ഥാപിക്കപ്പെട്ട ഈ നിർമ്മിതികൾ 1968 മുതൽ രാജസ്ഥാന്റെ ഒരു ദേശീയ സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ജന്തർ മന്ദറിനുള്ളിൽ ഒരു ചെറിയ ഭൈരവ ക്ഷേത്രവും ഉണ്ട്. ശാസ്ത്രലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ ഒരു നിർമ്മിതി ജന്തർ മന്ദർ. ഒരു മണിക്കൂറോളം സമയം ഞങ്ങൾ ജന്തർ മന്ദറിൽ ചെലവഴിച്ചു. വൈകുന്നേരം 4 മണിയോടെ ഞങ്ങൾ ഹവാ മഹൽ കാണാനായിട്ട് ഇറങ്ങി. കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാ മഹലിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.